ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നത് ആദ്യം നാം ഉറപ്പിക്കണം. നോ വൺ ഈസ് യൂസ്ലെസ്, ബട്ട് വി യൂസ്ഡ് അവർ എബിലിറ്റീസ് ലെസ്. നമ്മുടെ കഴിവുകളെ നമ്മൾ കുറച്ച് ഉപയോഗിക്കുള്ളൂ. അതെങ്ങനെ മനസ്സിലായി? കഴിവുകൾ ഉണരണമെങ്കിൽ നാം കൃത്യനിഷ്ഠയോടെ സാധനകൾ അനുഷ്ഠിക്കണം. ഒരു സംഗീത വിദ്യാർത്ഥി സംഗീതത്തിൽ കഴിവുള്ള ഒരാളാവണമെങ്കിൽ സാധകം അനുഷ്ഠിക്കണം. ഏത് കാര്യത്തിലും നാം നിരന്തരം പരിശീലിച്ചാൽ മാത്രമേ ആ മേഖലകളിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. ഇതുപോലെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒന്ന്, നാം ചെയ്യുന്ന കാര്യങ്ങൾ, വർക്കുകൾ, പ്രവൃത്തികൾ അത് മറ്റുള്ളവർക്ക് പോലും പ്രയോജനകരമാകുന്ന വിധത്തിലാക്കാൻ നമുക്കതിലൂടെ സന്തോഷവും കണ്ടെത്താൻ സാധിക്കണം, മറ്റുള്ളവർക്ക് പ്രയോജനകരവുമാണ്. അപ്പം അതിന് പറ്റുന്ന ഒരു മനസ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. രണ്ട്, എന്ത് തന്നെ പ്രശ്നങ്ങൾ മുന്നിലുണ്ടെങ്കിലും, പ്രലോഭനങ്ങളുണ്ടെങ്കിലും, പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതിനെ നമുക്ക് ബോധത്തോടെ നേരിടാനും തരണം ചെയ്യാനും മറികടക്കാനും സാധിക്കണം. ഇതിന് കഴിവുള്ള ഒരു മനസ്സിനെ രൂപപ്പെടുത്താനാണ് ഭഗവത്ഗീത നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഭഗവത്ഗീതയിലൂടെ നോക്കാം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നമുക്ക് ഓരോരുത്തർക്കും വാർത്തെടുക്കാൻ സാധിക്കുക എന്നുള്ളത്. നാം വായിക്കുന്നത് 34-ാം ശ്ലോകം, 3-ാം അധ്യായം. ഇന്ദ്രിയസിന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർനവശമാഗച്ഛേ തൗ ഹ്യസ്യ പരിപന്ഥിനോ. ഒന്നുകൂടി വായിക്കാം. ഇന്ദ്രിയസേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർനവശമാഗച്ഛേ തൗ ഹ്യസ്യ പരിപന്ഥിനോ. ഈ ശ്ലോകങ്ങളുടെയൊക്കെ അർത്ഥം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ നമിക്കും കൃഷ്ണനെ. കാരണം നാം കേട്ടിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ ജുങ് തുടങ്ങിയിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ചതാണ് ഇപ്പോൾ ലോകം വലിയ ചിന്തകളായിട്ട് കാണുന്നത്. അവരൊക്കെ ചിന്തിച്ചതിനേക്കാളും അപ്പുറത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ പരാജയപ്പെടുന്നു, എങ്ങനെ പരാജയപ്പെടാതെ ഉയർത്തിയെടുക്കാമെന്ന് കൃഷ്ണൻ ഇത്തരം ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നാം അത്ഭുതപ്പെടും. കാരണം ഇത് എഴുതി വെച്ച കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ റഫറൻസിന് ലൈബ്രറികളില്ല. അന്ന് ഇതുപോലുള്ള യൂണിവേഴ്സിറ്റികളും മറ്റുള്ള സംവിധാനങ്ങളൊന്നുമില്ല. സിഗ്മണ്ട് ഫ്രോയിഡും കാൾ ജുങ് ഒക്കെ പഠിക്കുന്നത് വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലും ലൈബ്രറികളിലും പുസ്തകങ്ങളിരുന്ന് വായിച്ചു നോക്കിയിട്ടാണ് മനഃശാസ്ത്രം പഠിച്ചത്. തപസ്സിലൂടെ കൃഷ്ണൻ നേടിയെടുത്തതാണിത്. ഗുരുകുലത്തിലൂടെ അദ്ദേഹത്തിന് അറിവ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ സ്വന്തം സാധനയിൽ നിന്നും നിരീക്ഷണ പരീക്ഷണത്തിൽ നിന്നും അങ്ങനെ രൂപപ്പെടുത്തിയ അറിവാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഭഗവത്ഗീത. അതുകൊണ്ട് ഇതിൽ ഓരോ ശ്ലോകവും അത്ര അർത്ഥത്താലും ജീവിത യാഥാർത്ഥ്യങ്ങളാലും സമ്പന്നമാണ്. നോക്കാം നമുക്ക്. ഇന്ദ്രിയസ്യ അർത്ഥേ. ഇന്ദ്രിയസ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്, പ്രധാനമായി നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ ജ്ഞാനം നമുക്ക് തരുന്ന ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കണ്ണിലോ അതുപോലെ സ്പർശത്തിലോ നമ്മുടെ കാതിലോ നാക്കിലോ ഒക്കെ അതാത് ഇന്ദ്രിയ രസങ്ങൾ തട്ടുമ്പോൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ തട്ടുമ്പോൾ ആ സ്പന്ദനം അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ അനുഭവമാകുന്ന വിധത്തിൽ അവിടെയും സ്പന്ദിക്കുന്നു. അപ്പോൾ ഇന്ന് അതിനൊക്കെ വളരെയധികം ഗവേഷണങ്ങൾ പറയുന്നത് നമ്മുടെ ഇന്ദ്രിയത്തിൽ തട്ടുമ്പോൾ അത് നമ്മുടെ നേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. നേഴ്സ് അത് നമ്മുടെ ഇമോഷനിലേക്ക് പോകുന്നു. ഇമോഷൻ വീണ്ടും നമ്മുടെ മനസ്സത് എല്ലായിടത്തേക്കും എത്തിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ഇന്ദ്രിയ അനുഭവവും നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ ഇന്ദ്രിയസ്യ അർത്ഥേ, ഇന്ദ്രിയത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ.
അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ വിഷയങ്ങൾ, ഇന്ദ്രിയത്തിൻ്റെ വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ പതിക്കണം, ബോധ മനസ്സിൽ പതിക്കണം. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളും നമ്മുടെ ബോധ മനസ്സിൽ കണക്റ്റഡാണ്. ആ ബോധ മനസ്സിലുണ്ടാകുന്ന സ്പന്ദനങ്ങളിലൂടെയാണ്, ചിന്തകളിലൂടെയാണ് നാം നമ്മുടെ സുഖദുഃഖങ്ങളും ഒക്കെ മറ്റും അറിയുന്നത്, അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അപ്പം മൈൻഡ്, നമുക്കെങ്ങനെ പറയാം, കോൺഷ്യസ് മൈൻഡ് ഈസ് ദ റൂട്ട് ഓഫ് ഓൾ അവർ എക്സ്പീരിയൻസ്. ആ ബോധ മനസ്സിൽ തട്ടാത്തതൊന്നും നമുക്ക് അനുഭവമല്ല. നിങ്ങൾ വേണമെങ്കിൽ ഉറക്കത്തിൽ പാട്ട് വെച്ച് നോക്കി ഉറങ്ങിക്കിടക്കുന്ന ആളുടെ അടുത്ത്, അയാൾ വരെ ഞാൻ കേട്ടില്ല, അയാൾക്ക് അനുഭവമല്ല. അയാളുടെ ശരീരം തൊട്ട് നോക്കൂ, അയാൾക്ക് അനുഭവമല്ല. നിങ്ങൾ എന്തു തന്നെ ചെയ്തോളൂ, നല്ല ഉറക്കത്തിൽ കിടക്കുന്ന ഒരാളെ ഒരു പ്രശ്നവുമില്ല, ആളവിടെ കിടന്നു. വഴിയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ കള്ളു കുടിച്ചിട്ട്, പൊതുവേ കള്ളു കുടിച്ച് നടക്കുന്നവരെ പാമ്പ് എന്ന് വിളിക്കുക. നാളെ ഒരു സംഭവം ഉണ്ടായി. ഒരാളങ്ങനെ വഴിയിൽ ബോധമില്ലാതെ പാമ്പ് കിടക്കുകയാണ്. ഇയാളുടെ അടുത്തൊരു ചുരുണ്ട് കൂടി വേറൊരു പാമ്പ് കിടക്കണം, ഒറിജിനൽ പാമ്പ്. എന്നാലോചിച്ച് നോക്കും, ഈ മനുഷ്യൻ ആ ശരിക്കുള്ള പാമ്പിനെ കണ്ടിരുന്നെങ്കിൽ അയാളുടെ ജീവനോട്ടിട്ട് ഓടുകയായിരുന്നു. ഇതുപോലെ നമ്മൾ ആ ഒരു അനുഭവത്തിൽ മുഴുകി നിൽക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ലേ ഇപ്പുറത്ത് വേറൊരു അനുഭവം. അപ്പോൾ ഉറക്കത്തിൽ ലയിച്ചിരിക്കുന്ന ആൾക്ക് ലോകമില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു അത്. അപ്പം എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മുടെ മനസ്സിൽ പതിയുമ്പോഴാണ് ആ ഇന്ദ്രിയ സുഖ ദുഃഖങ്ങൾ നാം അനുഭവിക്കുന്നത്. ഇനിയിപ്പോൾ മനസ്സിലിപ്പോൾ എന്താ ഉള്ളത്? രാഗദ്വേഷോ വ്യവസ്ഥിതോ. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. മനസ്സിൽ രാഗദ്വേഷങ്ങളുണ്ട്. ഇതും വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. രാഗം എന്ന് പറഞ്ഞാൽ ആകർഷണം, ദ്വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദ്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നിരാശ, മോഹഭംഗം, ഒരു വിഷാദം എന്നൊക്കെ അർത്ഥം, വേദന. ഇതിനെയാണ് നമ്മൾ ദ്വേഷം എന്ന വാക്കുകൊണ്ട്, ദ്വേഷം എന്ന് പറഞ്ഞാൽ ദ്വേഷിയല്ല. സംസ്കൃതത്തിലെ ദ്വേഷത്തിന് മലയാളത്തിലെ ദേഷ്യം എന്നല്ല അർത്ഥം. ദ്വേഷം എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള കുറവുകളെക്കുറിച്ചുള്ള ബോധം. മറ്റേത് രാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളിലേക്കുള്ള ആകർഷണം. അപ്പം നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ ഇത് രണ്ടുമുണ്ട്. എൻ്റെ കുറവുകൾ എന്തൊക്കെയാണ്, എൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. അപ്പം ഈ ഒരു മാനസികാവസ്ഥയിലാണ് എല്ലാവരും വളർന്നു വരുന്നത്. നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. ഈ രാഗദ്വേഷങ്ങളാണ് പിൽക്കാലത്ത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നത്. ഈ രാഗദ്വേഷങ്ങളാണ് പിൽക്കാലത്ത് നമ്മുടെ സ്വഭാവം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത്. പല കുട്ടികളും ഈ രാഗദ്വേഷത്തിൽ പെട്ടുപോയിട്ടാണ് അവരുടെ ജീവിതം പലപ്പോഴും വളരെയധികം നിരാശയിലേക്കും വിഷാദത്തിലേക്കും പോകുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സിബ്ലിങ്സിനെ എടുത്തു നോക്കുക. കുട്ടികൾ കുട്ടികളുള്ള വീട്ടിൽ. അപ്പം ആദ്യത്തെ കുട്ടി വരുന്നു, അമ്മയും അച്ഛനും അങ്ങനെ കൊഞ്ചിക്കുന്നു. നീ ചക്കരയാണ്, മുത്താണ്, പൊന്നാണ്, തേനാണ്, കുഴമ്പാണ്, പാലാണ്. ആ കുട്ടിയെ തലയിൽ വെച്ച് നടക്കും. അപ്പോൾ കുട്ടിയായിരിക്കും, ഓ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് സ്നേഹമാണ്, അവരെന്ത് സ്നേഹമാണ് എന്നോട് കാണിക്കുന്നത്, എന്നെ കൊഞ്ചിക്കുന്നു, എന്നെ സന്തോഷിപ്പിക്കുന്നു, എനിക്ക് വേണ്ടത് വാങ്ങിച്ചു തരും. കാലം മുന്നോട്ട് പോയി രണ്ടാമത്തെ ഒരു കുട്ടി വന്നു. ഇതേ തേനും മുത്തും പാലും കുഴമ്പും പഞ്ചസാരയും ഒക്കെ അടുത്തയിലേക്ക് പോയി. ആദ്യത്തേന് പോടുന്ന സത്തെ വന്നിരിക്കണു എന്നും പറഞ്ഞിട്ട് വല്ലതും പോയി പഠിച്ചുകൂടെ നിനക്ക്. ക്രമേണ കുട്ടിക്ക് മനസ്സിലായി, ഇവർക്കൊന്നും എന്നോട് സ്നേഹമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. വിഷാദം, ദ്വേഷം എന്ന് പറഞ്ഞാൽ അച്ഛനോടും അമ്മയോടും ദ്വേഷമല്ല, തന്നെ ആർക്കും വേണ്ട, തന്നോടല്ല ഇഷ്ടം, മറ്റേ ആളോടാണ് ഇഷ്ടം. അപ്പോൾ ആ കുട്ടിയോട് ഒരു ദേഷ്യം, പക, മറ്റൊരാളോട് അസൂയ, തനിക്ക് കിട്ടാത്തൊക്കെ അവിടെ കിട്ടുന്നതിൽ. കാരണം എന്ത് കിട്ടിയാലും ആദ്യം അവൾക്ക് കൊടുക്കും. ഈ ഒരു മത്സരം മനസ്സിൽ വന്നാൽ ഇത്തരം കുട്ടികളാണ് പിൽക്കാലത്ത് അച്ഛനോടും അമ്മയോടും അകൽച്ച കാണിക്കും.
കാരണം അച്ഛനും അമ്മയല്ല എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കാൻ അപ്പം ആരുണ്ട്? ഇങ്ങനെയുള്ള കുട്ടികൾ പുറത്തുള്ള സ്നേഹങ്ങളിൽ പോയി വീഴും. ഇതാണ് പലപ്പോഴും കോളേജുകളിലൊക്കെ എത്തുന്ന സമയത്ത് കുട്ടികൾ പ്രേമങ്ങളിലൊക്കെ വീണു പോകുന്നതിന് കാരണം വീട്ടിൽ കിട്ടാത്തത് മറ്റൊരാൾ തരുമ്പോൾ അതിനോട് ആകർഷണം, ഇവിടെ കിട്ടുന്നില്ല. ഇങ്ങനെ മനുഷ്യജീവിതം ഒരു വശത്ത് നിരാശയും മറുവശത്ത് ആകർഷണവും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വലിയ അപകടങ്ങളിലായിരിക്കും. അപ്പം അതുകൊണ്ട് ഉള്ളിൽ രാഗദ്വേഷങ്ങൾ എല്ലാ മനസ്സിലും ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. ആ രാഗദ്വേഷങ്ങൾ ഒരുപോലെയല്ല, എല്ലാവരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ ഒരുപോലെയല്ല. ചില മനസ്സുകളിൽ ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയുന്നത്, ചിലർ ഭക്ഷണപ്രിയരായിരിക്കും, ചിലർക്ക് ആലസ്യത്തിലായിരിക്കും താല്പര്യം, ചിലർക്ക് കളികളിലായിരിക്കും താല്പര്യം, ചിലർക്ക് പല ആർട്സുകളിലായിരിക്കും താല്പര്യം, ചിലർക്ക് വായനയിലായിരിക്കും താല്പര്യം, ചിലർ സേവനത്തിലായിരിക്കും താല്പര്യം. ഇങ്ങനെ പല പ്രയോറിറ്റീസും പലർക്കും പല രീതിയിലായിരിക്കും. ഇതുപോലെ തന്നെയാണ് ദ്വേഷവും. ചിലവർക്ക് ഈ നിരാശ എന്ന് പറയുന്നത് വളരെ വലിയ ശക്തമായിട്ട്, ഇനി ഞാനൊന്നിനുമില്ല, ഞാൻ എന്നോടൊന്നും പറയണ്ട, ഒരു ഹൈ ഡിപ്രഷനായിട്ട് തന്നെ ഇങ്ങോട്ട് ഉൾവലിയിച്ചവർ എല്ലാറ്റിനും മാറി നിൽക്കും, പിന്നെ മിണ്ടില്ല. അങ്ങനെയൊക്കെയുള്ളൊരു എക്സ്ട്രീമിസത്തിലേക്ക് പോകും. ചിലവരാണെങ്കിലൊക്കെ ഉള്ളിലങ്ങനെ അടക്കി ഒരു ദിവസം അവരുടെ ഉള്ളിൽ നിന്നത് പൊട്ടിപ്പുറത്ത് വരും, ഒരു വോൾക്കാന പോലെ. കുറേ കാലം ഇവരെന്നെ ഇങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള അവഗണനയ്ക്കെതിരെയുള്ള പൊട്ടിത്തെറിക്കലും, അല്ലെങ്കിൽ അവഗണന മുഴുവൻ ഉള്ളിലൊതുക്കി ഹൈ ഡിപ്രഷനിലേക്ക് പോകലും, അല്ലെങ്കിൽ അപ്പം തന്നെ പറയേണ്ടതൊക്കെ പറയാൻ പാടില്ലാത്ത പോലും പറഞ്ഞ് ഭയങ്കര പ്രതിരോധം കാണിക്കുക, ക്രോധം കാണിക്കുക, ദേഷ്യം കാണിക്കുക, ഇങ്ങനെയൊക്കെ അസൂയ കാണിച്ചൊക്കെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് ക്രമേണ നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. ഈ തരത്തിലുള്ള സ്വഭാവമാണ് പിൽക്കാലത്ത് നമ്മുടെ ജീവിതം എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നത്. കല്യാണം കഴിഞ്ഞാലും നിങ്ങളെത്ര വിദ്യാഭ്യാസമുള്ളവരായാലും ശരി, നിങ്ങളുടെ ഉള്ളിലുള്ള രാഗദ്വേഷമായിരിക്കും ആ കുടുംബജീവിതം എങ്ങനെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഫിസിക്കലി ഒക്കെ നിങ്ങൾക്ക് കണക്റ്റഡ് ആവാം, ഇൻ്റലക്ച്വലി നിങ്ങൾ സെയിം പ്രൊഫഷനുള്ളവരാകും. ഇപ്പോൾ ഒരു ഡോക്ടർ വേറെ ഡോക്ടറെ കല്യാണം, ഒരു എഞ്ചിനീയർ വേറെ എഞ്ചിനീയർ, ഒരു ലോയറെ കല്യാണം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ കല്യാണം. കാരണം അത് ഫീൽഡിൽ സിനിമയിലൊക്കെ കണ്ടില്ലേ, സിനിമാ നടന്മാർ, സിനിമാ നടിമാരെ കല്യാണം, രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയക്കാർ, അങ്ങനെ പലരും അതാത് മേഖലകളിലുള്ളവരെയൊക്കെ കല്യാണം കഴിച്ചാലും ഈ രാഗദ്വേഷത്തിൻ്റെ ലെവൽ നമുക്കറിയാത്തിടത്തോളം കാലം നാം പിന്നീടാണ് തിരിച്ചറിയുമ്പോഴേക്കും ഓരോ ദുഃഖ ദുരിതങ്ങൾ ഓരോരുത്തരും അനുഭവിക്കാൻ തുടങ്ങും. അപ്പോൾ രാഗം എന്ന് പറയുന്നത് പരസ്പരമുള്ള അല്ലെങ്കിൽ പലതിനോടുമുള്ള ആകർഷണമാണെങ്കിൽ, ദ്വേഷം എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിലുള്ള നിരാശകളും മോഹഭംഗങ്ങളും, തൻ്റെ ഉള്ളിലുള്ള തനിക്ക് കിട്ടാത്തതായ പല സുഖങ്ങളിലുള്ള അമർഷങ്ങളും പ്രതിഷേധങ്ങളും, ഇതൊക്കെ അങ്ങനെ ഉള്ളിലടക്കി വെച്ച് മനുഷ്യൻ ജീവിക്കുമ്പോൾ ഒന്നുകിൽ ആ വ്യക്തി അത് താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ആ വ്യക്തി പൊട്ടിത്തെറിക്കും. എന്നുവെച്ചാൽ പറയാനുള്ളതൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ചില സ്ത്രീ പുരുഷന്മാരുടെയൊക്കെ ബന്ധങ്ങൾ നിങ്ങൾക്ക് കാണാം. ഭർത്താവിനോടുള്ള ദേഷ്യം നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞ് അങ്ങനെ ഭർത്താവിനെ എങ്ങനെ ഒരു വിധത്തിലാക്കാൻ പറ്റുമോ നോക്കും. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഊതി വീർപ്പിച്ച് അങ്ങനെ വളരെ ബഹളം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ വികാരം അങ്ങോട്ട് ബേസ്റ്റ് ഔട്ടാക്കിയിട്ട് ചിലർ പ്രവർത്തിക്കും. ചിലരാണെങ്കിലോ ഹൈ ഡിപ്രഷനിൽ പോയി അവസാനം ഷുഗറും മറ്റുള്ള പ്രശ്നം, കൊളസ്ട്രോളും BP ഒക്കെ താളം തെറ്റിച്ച് നിത്യരോഗികളായിട്ട് മാറും. ഈ രീതിയിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഡിപ്രസ്ഡായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ അടുത്ത പൊട്ടിത്തെറിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്ത് ജീവിതം തീർക്കാം. ഇതൊക്കെയാണ് ഈ ദ്വേഷം കൊണ്ടെത്തിക്കുന്ന അവസ്ഥ.
രാഗം എന്ന് പറയുന്നത് ആകർഷണവും ദ്വേഷം എന്ന് പറയുന്നത് ഒരുതരം പ്രതിഷേധവുമാണ്. പ്രതിഷേധം പിന്നീട് പ്രതികാരമായി തീരുന്നത്. നിങ്ങൾ നോക്കും, മതങ്ങളിൽ അതല്ലേ കാണുന്നത്. പല മതങ്ങളും അതല്ലേ ആളുകളെ കൊണ്ട് കാണിക്കുന്നത്. സ്വർഗം എന്ന് പറയുന്ന സ്ഥലത്തുള്ള പരമസുഖത്തിലേക്ക് രാഗമുണ്ടാക്കുക, ആകർഷണം. അതവിടെ അങ്ങനെ കാത്തിരിക്കണു എന്നുള്ള വെപ്രാളത്തിൽ സകലതിനും തനിക്കവിടെ വേഗത്തണം. എന്താ വഴി? ദൈവത്തിന് പ്രീതി ഉണ്ടാവണം. ദൈവത്തിന് പ്രീതി ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്? ബോംബ് വെച്ചോ മറ്റുള്ളവരെ കൊന്നോ ചാവേറായി പൊട്ടിത്ത്. കാരണം ദൈവത്തിന് വേണ്ടി മരിച്ച ദൈവം അവിടെ കാത്തിരിക്കുന്നതാണ്. ചില പാർട്ടിയുടെ സ്വഭാവം പോലെയാണത്. പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മരിച്ചാൽ പാർട്ടിക്കാർ കേസ് നടത്തിക്കൊള്ളും, പാർട്ടിക്കാരെല്ലാം നോക്കിക്കൊള്ളും. പാർട്ടിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് പോലെയാണ് ദൈവം നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഒരു വശത്ത് അങ്ങോട്ട് ആ സ്വർഗത്തിലെത്താനുള്ള ഒരു രാഗത്തോടുള്ള ഇപ്പുറത്തുള്ള ദ്വേഷം. ഒരു വശത്ത് രാഗമുണ്ട്, ഇപ്പുറത്ത് ദ്വേഷം. അതിൻ്റെ സ്വഭാവമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എല്ലാവർക്കും ഈ രാഗദ്വേഷങ്ങളുണ്ട്, ഈ ഭൂമിയുള്ള സകല മനുഷ്യർക്കും. അപ്പം നാം എന്താ ചെയ്യേണ്ടത്? ഈ രാഗദ്വേഷങ്ങളെ നാം ഒന്ന് ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് തളരാത്ത, പതറാത്ത, കരയേണ്ടതില്ലാത്ത ഒരു ജീവിതം നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ കൃഷ്ണൻ പറയണത്. ഈ രാഗദ്വേഷങ്ങളെ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ പരിശീലനത്തിലൂടെ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഈ രാഗദ്വേഷങ്ങളായിരിക്കും പിന്നീട് നമ്മളെ ദുഃഖിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതൊക്കെ. മനസ്സിലായില്ല? അതായത് ഈ രാഗദ്വേഷങ്ങൾ എന്ന് പറയുന്ന വികാരങ്ങൾ ആകർഷണ ശക്തി കൂടുന്തോറും വേറെ ചിലതിനോട് നമുക്ക് വികർഷണ ശക്തി, ഒരുതരം വിരോധശക്തി, ഒരുതരം പ്രതിഷേധം, അതും അതേ തീവ്രതയിലുണ്ടാവും. അപ്പോൾ എത്ര ആകർഷണ ശക്തിയുണ്ടോ അത്ര നിങ്ങളിൽ അതേ ശക്തിയിൽ തന്നെ വിരോധ, വിദ്വേഷ, പ്രതിഷേധ ശക്തിയും ഇരിക്കും. അപ്പം അതുകൊണ്ട് നാം ഒരു കാര്യം ആലോചിക്കണം. ഇതൊരു ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ഇന്ന് ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതായത് തേർഡ് ലോ ഓഫ് മോഷൻ, അത് തന്നെയാണ് ഈ രാഗദ്വേഷം എന്ന് പറയുന്നത്. രാഗദ്വേഷം എന്ന് പറഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷനാണ്. നിങ്ങൾക്ക് എത്ര രാഗത്തിൻ്റെ തീവ്രതയുണ്ടോ അത്രയും നിങ്ങൾക്ക് വേദനകളും ദുഃഖങ്ങളും ദുരിതവുമുണ്ട്. കാരണം രാഗം നമ്മളെ അടുപ്പിക്കും തോറും നിങ്ങൾക്കെന്തോ കിട്ടാത്തതൊക്കെ കിട്ടുന്നു എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ, നിങ്ങളതിനെ പൊസസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അത് നിങ്ങളിൽ നിന്നും അകലും തോറും നിങ്ങൾക്ക് തീവ്രമായ പ്രതിഷേധവും ഉണ്ടാവും. അപ്പം ആ തീവ്രത കൂടുന്നതിന് കാരണം തീവ്രമായ അനുരാഗമുള്ളിടത്താണ്. അതുകൊണ്ടാണ് നമ്മൾ പൊതുവേ പറയാറില്ലേ, കുട്ടികൾ ചില സമയത്ത് അച്ഛനൊക്കെ വലിയ ബഹളം വയ്ക്കുമ്പോൾ എന്തിനാ എങ്ങനെ എൻ്റെ അച്ഛൻ, അപ്പം അമ്മ പറയും നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. അപ്പം സ്നേഹം അത്രയധികം അച്ഛനുണ്ടാകുമ്പം കുരുത്തക്കേട് കാണിക്കുമ്പോൾ അച്ഛൻ അത്രയും ദേഷ്യത്തിലേക്ക് മാറുന്നു. അപ്പോൾ അമ്മമാർ ഈ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ പഠിച്ചിട്ടല്ല പറയണത്. കാരണം അത്ര തീവ്രമായ സ്നേഹമുള്ളിടത്താണ് തീവ്രമായ വിരോധവും തീവ്രമായ ദേഷ്യമൊക്കെ കാണിക്കുക. അപ്പം അതുകൊണ്ട് ഈ ആകർഷണം നാം ബാലൻസ് ചെയ്താൽ ദ്വേഷവും ബാലൻസ് ചെയ്യാം. ഇതിലേതെങ്കിലും ദ്വേഷം ബാലൻസ് ചെയ്താൽ രാഗം ബാലൻസ്ഡായി. എല്ലാം നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. കാരണം അമിതമായാൽ അമൃതം വിഷം. പണ്ടുള്ളവർ പറഞ്ഞ വാക്കുകളൊക്കെ സത്യമല്ലേ? അമിതമായാൽ അമൃതം വിഷം. അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയണം, കുട്ടികളാകുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എത്ര സ്നേഹത്തിൻ്റെ തീവ്രത. കാരണം നമ്മൾ സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്നൊക്കെ പറഞ്ഞ് അവസാനം പൂഴിയെടുത്ത് വലിച്ചെറിയുന്ന സ്നേഹമാവരുത്. നിങ്ങൾ നോക്കൂ, ഈ പ്രേമിച്ച ആളുകൾ അവർ വിരോധം വന്നു കഴിഞ്ഞാൽ കൊല്ലാനുള്ള ശത്രുതയിലേക്ക് അവരെത്തും. അത്ര വിദ്വേഷവും വിരോധത്തിലേക്ക്. അതെന്തേ ഇത്ര? പണ്ട് നിങ്ങളില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല, നിങ്ങളെൻ്റെ ജീവിതത്തിൻ്റെ നാഥനാണ്, പ്രാണനാഥനാണ്, നിങ്ങളാണെൻ്റെ സർവസ്വവും, നിങ്ങളാണെൻ്റെ സ്വർഗം, നിങ്ങളാണെൻ്റെ എല്ലാം, നിങ്ങളാണെന്ന് പറഞ്ഞ് നടന്നതാണ്.
പിന്നെ പറയേണ്ടത് അവനെ കണ്ടാൽ ഞാൻ കാല് വെട്ടിക്കളയുന്നതാണ്. കാണത്തില്ലേ ഈ ടി വിയിലൊക്കെ നിങ്ങൾ പല കോടതികളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റി, പ്രേമം തകർന്നു പോയാൽ പിന്നെ ഉള്ള വിരോധ വിദ്വേഷം അത്ര ശക്തിയിലായിരിക്കും അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ രാഗദ്വേഷങ്ങളെ നമ്മൾ മാനേജ് ചെയ്തിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന വലിയ ദുരന്തങ്ങളെ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് തയോർന്ന വശമാകച്ചേത്, അതിൻ്റെ വശത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാഗദ്വേഷങ്ങൾക്ക് അടിമയാവാൻ മനസ്സിനെ അനുവദിക്കരുത്. രാഗത്തിൻ്റെ തീവ്രത കൂടുമ്പോൾ ദ്വേഷത്തിൻ്റെ തീവ്രതയും കൂടും. നിങ്ങൾക്ക് സ്നേഹം, നിങ്ങളെ സ്നേഹിച്ച ആ തീവ്രതയുണ്ടല്ലോ, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. അച്ഛനമ്മമാരെ കുട്ടികളെങ്ങനെ തീവ്രമായി സ്നേഹിക്കുമ്പോൾ പൊന്നുമോളല്ലേ, പൊന്നുമോനല്ലേ, എൻ്റെ പൊന്നല്ലേ, കണ്ണല്ലേ, കരളല്ലേ, ഇപ്പം അതൊക്കെ മാറി, ഇപ്പം ചങ്കല്ലേ എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു ഭാഷയിലാണ് ഇപ്പം നമ്മൾ പോകുന്നത്. കാലം മാറുമ്പോൾ ഒക്കെ മാറണമല്ലോ. അപ്പോൾ ഈ ചങ്കായിട്ട് നടക്കുന്ന കാലം, അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലേക്കും അല്ലെങ്കിൽ ആരിലേക്കെങ്കിലും ശ്രദ്ധ പോയാൽ, ആകർഷണം പോയാൽ, ഇഷ്ടം പോയാൽ ആദ്യത്തേതിൻ്റെ പ്രതിഷേധവും ദ്വേഷവും വളരെ തീവ്രമായിരിക്കും. പല കുട്ടികളിലുള്ള ഈ സിബ്ലിങ്സ് ഇഷ്യൂ പല പാരൻസ് അനുഭവിക്കുന്നതാണത്. രണ്ടാമത്തെ കുട്ടി വന്നാൽ അതിനോട് സ്നേഹം കാണിക്കും. മൂത്ത കുട്ടിയുണ്ടല്ലോ, രണ്ടാമത്തേനെ മാക്സിമം ഉപദ്രവിക്കാൻ നോക്കും. കാരണം എനിക്ക് കിട്ടുന്നതൊക്കെ ഇല്ലാതെയൊക്കെ നീയാണ്. എന്നെ ചക്കരയെ മുത്തേന്നൊക്കെ വിളിച്ചപ്പോൾ എന്നെ വിളിക്കുന്നത് ചത്തൂടേന്നൊക്കെയാണ്. പണ്ട് ചക്കരയെ വിളിച്ചതൊക്കെ ദേഷ്യം വന്നപ്പം മാറി. വൃത്തികെട്ട സാധനം, പോയി പഠിക്കുക, അവിടെ നിന്ന് അസത്ത്, അത് ഇത്, അതൊക്കെ വീടുകളിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ ആ കുട്ടിക്ക് ഈ ചീത്ത വാക്കൊക്കെ കേൾക്കും തോറും ഇങ്ങനെ ആ ചെറുതിനോടുള്ള കാരണം, നീ ഒരുത്തൻ കാരനാണോ, ഒരുത്തി കാരനാണ് എൻ്റെ ജീവിതം എങ്ങനെയത്, നീ വന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പിന്നെ അമ്മയോടും അച്ഛനോടും ദേഷ്യം. ഈ കുട്ടികളെ വല്ലവരും വഴിയിൽ മുട്ടായി കൊടുത്ത് സ്നേഹിച്ചാൽ അപ്പം വീഴും അത്. അതാണ് കുറേ കുട്ടികളിങ്ങനെ പ്രേമത്തിൽ വീണു പോകണം. കാരണം വീട്ടിലിങ്ങനെ രണ്ടാമത്തത് ആൺകുട്ടികളായി വരുമ്പോൾ ആദ്യത്തെ കുട്ടിയോട് കാണിക്കുന്ന, പിന്നീട് കാണിക്കുന്ന പെരുമാറ്റങ്ങളിലുള്ള ചില വൈകല്യങ്ങൾ ആ കുട്ടികളെ കടുത്ത ദ്വേഷത്തിലേക്ക്, അതായത് തനിക്ക് പലതും കിട്ടുന്നില്ല എന്ന പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോയി അവരെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന, യാചിക്കുന്നവരാക്കി മാറ്റും. ഈ സ്നേഹം കപടമായി മറ്റുള്ളവർ കൊടുക്കുമ്പോൾ, അതാണ് ശരിയെന്ന് തോന്നുമ്പോൾ അവരെടുത്തു ചാടും. അവസാനം ദുഃഖിക്കുന്നത് മുഴുവൻ രക്ഷിതാക്കളും. അപ്പം പാരൻസ് ഈ ഒരു ശ്ലോകം ഉണ്ടല്ലോ ശരിക്കും പഠിക്കണം. ഇതാണ് റിയൽ പാരൻറ്റിങ്. അതായത് എങ്ങനെ കുട്ടികളിൽ നിങ്ങൾക്ക് ഒരു ദ്വേഷബുദ്ധിയില്ലാതെ, രാഗത്തിൻ്റെ തീവ്രത കാണിക്കാതെ, രാഗദ്വേഷങ്ങളെ ബാലൻസ് ചെയ്ത് നമുക്ക് കുട്ടികളെ വളർത്താൻ സാധിക്കും. നമ്മൾ പഠിക്കണം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം.